ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ളോഗ് തന്നെയാണ് കേട്ടോ. ഞാൻ ഒരുപാട് ലെങ്തി ആയിട്ട് എടുക്കണില്ല. കാരണം ഒന്നാമത് എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ല, പിന്നെ അത് അത്രയും ലാഗ് അടുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. എന്നാലും ഒരു 8 മിനിറ്റ് 9 മിനിറ്റിനുള്ളിലുണ്ട് കേട്ടോ. കാരണം വാച്ച് ടൈം കൂട്ടണത് ഇപ്പോൾ അത്യാവശ്യമാണല്ലോ. അപ്പോൾ 6 മണിയായപ്പോൾ ഞാൻ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. ചോറിനുള്ള പണി നോക്കണേണ്. മോനിക്ക് ഇന്ന് ക്ലാസ് ഉണ്ട്. എല്ലാ സാറ്റർഡേയ്സും എനിക്ക് ക്ലാസ് ഉണ്ട്, എക്സെപ്റ്റ് നമ്മുടെ സെക്കൻഡ് സാറ്റർഡേ ഒഴിച്ച് ബാക്കി എല്ലാ സാറ്റർഡേയ്സും എനിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് റെസ്റ്റ്, രാവിലെ ഉറക്കത്തിൻ്റെ കാര്യം ഇത്തിരി തീരുമാനമായി. പിന്നെ ഞായറാഴ്ച ആണെങ്കിൽ ഹസ്ബൻഡിന് നേരത്തെ പോകണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞായറാഴ്ച അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല. എന്നാലും ഞാൻ കുറച്ച് ഉറങ്ങും. അങ്ങനെ ഞാൻ വൺപയർ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി. വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ കണ്ട വേഗമില്ല. ഒപ്പം തന്നെ ഞാൻ സവാള അരിഞ്ഞിട്ട് ഉപ്പ് ഇട്ടിട്ട് ഞാൻ വേവിക്കാൻ വെക്കുകയാണ്. ഉള്ളി ചതച്ചിടാന്ന് സമയമൊന്നും ഉണ്ടാവില്ല. എളുപ്പപ്പണി ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ ഞാനതവിടെ വേവിക്കാൻ വെക്കണേ കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാതെ തിളച്ച് പോവാതിരിക്കാനാണ്. പയർ കുറച്ചുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസാക്കി വെക്കാമെന്നാണ് വിചാരിക്കണത്. അങ്ങനെ അത് രണ്ടവിടെ സെറ്റ് ആവണമെന്ന് എഴുതേ. എല്ലാവർക്കും നല്ല അലർജിയുടെ പ്രോബ്ലം കൂടിയിട്ട് ഭയങ്കര ചുമയും കഫക്കെട്ടാണ്. അപ്പോൾ പാൽ ചായ ഇപ്പോൾ ഒഴിവാക്കിയിട്ട് ചുക്ക് കാപ്പി ഇടലാണ് ഇപ്പോഴത്തെ പണി 2 ദിവസമായിട്ടുള്ളത്. പക്ഷെ കുടിക്കുമ്പോൾ ഒരു നല്ലൊരു ആശ്വാസം ഉള്ളതുകൊണ്ടാണ്. അത് തന്നെ, നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് ചെയ്യൽ. കഫത്തിൻ്റെ ബുദ്ധിമുട്ട്, അപ്പോൾ പാൽ ചായ അടുപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ വോയിസിൽ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് തുളസി ഇട്ട് പനിക്കൂർക്ക ഇടാറുണ്ട്. പനിക്കൂർക്ക ഇനി മുകളിലോട്ട് പോയി പൊട്ടിക്കണം. മുകളിൽ ബാൽക്കണിയിലാണ്. അപ്പോൾ ഞാൻ താഴെയുള്ള തുളസി മാത്രം പൊട്ടിച്ചിട്ട് അതിലോട്ട് ഇഞ്ചിയും കുരുമുളകും ഒക്കെ ചതച്ചിട്ട്, പിന്നെ നമ്മുടെ പട്ടയും ഗ്രാമ്പും ഏലക്കയും കൂടി പൊടിച്ചതുണ്ട്, അതൊക്കെ കൂടി ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. തുളസി നന്നായിട്ട് കഴുകി അതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി കുരുമുളകും ഇഞ്ചിയും കൂടി ഞാനൊന്ന് ഈ ഉരലിട്ടിട്ടെ ഒന്ന് ചതച്ചെടുത്തിട്ട് അതിലിട്ടിട്ട് കൊടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ അലർജിയുടെ ചുമക്കൊന്നും ഇത് പറ്റൂല. നമുക്ക് എല്ലാവരും ഈ കഫം തിങ്ങിയുള്ള ചുമയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടും. എന്നാലും ഒരു തൊണ്ടക്ക് നമുക്ക് ഈ പാൽ ചായ കുടിച്ച് കഴിഞ്ഞാൽ അതിന് വലിയ ബുദ്ധിമുട്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ കാപ്പിപ്പൊടി ഇട്ട് കൊടുത്ത് അതങ്ങോട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. മോനിക്കൊന്നും എ സിയിൽ കിടക്കാൻ പറ്റൂല കേട്ടോ. കൂടുതലും അതാണ് ഞങ്ങൾക്ക്. ഇപ്പോൾ ഈ മഴ അടുപ്പിച്ച് നിന്നപ്പോൾ എ സി വർക്ക് ചെയ്യിക്കലില്ലല്ലോ. അപ്പോൾ 2 ദിവസം മുന്നേ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ഇട്ട് ഓണാക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പൊടി എങ്ങനെ തിങ്ങിയിട്ടുണ്ടാവും. ഇനി അതൊന്ന് സർവീസ് ചെയ്യിക്കണം. നമ്മൾക്ക് ആവുന്നത് ക്ലീൻ ചെയ്തിട്ടും അതിൻ്റെ അകത്ത് പാർട്ടിലൊക്കെ എന്തായാലും പൊടി തിങ്ങി നിൽപ്പുണ്ടാവും. അപ്പോൾ അതൊന്നും ഇനി എന്തായാലും സർവീസ് ചെയ്യിക്കണമെന്ന് വിചാരിച്ച് നിൽക്കണതാണ്. ആളെ വിളിച്ച് തന്നെ ചെയ്യിപ്പിക്കണം. അപ്പോൾ അത് രണ്ടോടെ വേണമെന്നിട്ട് കാപ്പി തിളച്ചിട്ടുണ്ട്. പിന്നെ മോനിക്ക് കൊണ്ടുപോകാനുള്ള വഴുതനങ്ങ, ഫ്രൈ ചെയ്യാനുള്ള വഴുതനങ്ങ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഇനി അതരിഞ്ഞൊന്ന് മസാലയൊക്കെ തേച്ച് അത് പൊരിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് പയറും കൊടുത്തു വിടാം. അപ്പോൾ അത് നല്ല നൈസായിട്ട് തന്നെ അരിയണം, എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് വരും. എന്നാലും ക്ലാസ്സിലെത്തുമ്പോഴേക്കും അവനിക്ക് 11:30 മണിക്കാണ് ലഞ്ച്. ആ ടൈം ആകുമ്പോഴത്തേക്ക് എന്തായാലും അത് ആകെ തളർന്നിട്ടുണ്ടാവും. ഞാൻ നിർത്തിയാണ് കേട്ടോ വോയിസ് തരണത്. എനിക്ക് നല്ല തൊണ്ടക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, നല്ല ചുമയുണ്ട്, പിന്നെ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ലോങ് വീഡിയോസ് ഇടണമെന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ എന്തായാലും വയ്യെങ്കിലും ഞാൻ എഫേർട്ട് ഇട്ട് എടുക്കണത്. പിന്നെ ക്ലാരിറ്റി ഇതൊക്കെ നമ്മുടെ ചാനലിൽ എന്തായാലും റെഡിയാക്കാൻ ഞാൻ ഫോൺ എന്തായാലും മേടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഫോണും ട്രൈപോഡും റിംഗ് ലൈറ്റൊക്കെ മേടിക്കണമെന്നാണ് വിചാരിക്കണം. എന്നാലും നമ്മുടെ ചാനലിൽ ക്വാളിറ്റി ഉള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ചെറിയൊരു ട്രൈപോഡാണ്, ഞാൻ ഈ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിനൊരു ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരുപാട് സൂം ചെയ്യാനും ഇതാക്കാനൊന്നും പറ്റൂല. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ എടുക്കണം എന്നുള്ളൂ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും കൂടി എനിക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമ്മുടെ കോൺഫ്ലോറിൻ്റെ പൊടി, പിന്നെ അരിപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ അരിപ്പൊടി ഇടുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ക്രിസ്പിനെസ് ഉണ്ടാവും. അതവിടെ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പുട്ടിനുള്ളത് ഞാൻ നനച്ചെടുക്കുകയാണ്. അപ്പോൾ പയറിന് എളുപ്പത്തിന് മോനിക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് പുട്ടിയേ കൊടുക്കാൻ പറ്റുള്ളൂ. വേറെ ഇടിയപ്പത്തിൻ്റെ ഇതിലൊന്നും ഞാൻ മോനെ പറഞ്ഞേക്കണ നേരത്തൊന്നും നിൽക്കാറില്ല. ഇനിയിപ്പോൾ സെക്കൻഡ് സാറ്റർഡേയ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ മോനിക്ക് പോകണ്ടല്ലോ. അപ്പോൾ സമാധാനത്തിൽ ഞാൻ ഒരു 8 മണിയാകുമ്പോഴത്തേക്കും ഇടിയപ്പത്തിനൊന്ന്
എന്താണ് ഊണിയിട്ട് ഇതാക്കി വെക്കും, അങ്ങനെയാണ് ചെയ്യൽ. പക്ഷേ ഇടിയപ്പം ഇവിടെ ഉണ്ടാക്കൽ തീരെ കുറവാണ്. കാരണം എനിക്ക് എല്ലാ ശനിയാഴ്ച വരെ ഉണ്ടല്ലോ ക്ലാസ്. അപ്പോഴൊക്കെ ഞാൻ എളുപ്പത്തിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ദോശ, വെള്ളയപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ പൂരിയാ. അപ്പോഴേക്കും വെള്ളം തിളച്ചു വന്ന് അതിൽ നിന്ന് ഒരു 3 ഗ്ലാസ് വെള്ളം ഞാൻ മാറ്റിയിട്ട് അരിയൊക്കെ കഴുകി ഇടുന്നുണ്ട് കേട്ടോ. ഗ്യാസ് ഇത് കത്തൽ കുറവാണെന്ന് തോന്നുന്നു പറഞ്ഞത്, അതാണ്. അല്ലെങ്കിൽ തിളക്കുന്ന ടൈം കഴിഞ്ഞ്. അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ കുറച്ച് കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ കാപ്പിയൊക്കെ കുടിക്കട്ടെ കേട്ടോ. അത് ചുമച്ചുകൊണ്ട് നിൽക്കണതാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തും ഇടയ്ക്ക് ചുമച്ചുകൊണ്ട് നിൽക്കണതാണ്. ഞാൻ കുറച്ച് റിലാക്സ് ചെയ്ത് കുടിക്കാൻ വിചാരിച്ചു. ടൈം 6:40 7 മണിയാകുമ്പോൾ മോനെ വിളിക്കണം. അത്രയും ടൈം അവൻ കിടന്നോട്ടെ. ഞാൻ 7 മണിക്കേ വിളിക്കുള്ളൂ. 7 മണിക്ക് വിളിച്ചാൽ 7:10 എഴുന്നേൽക്കുള്ളൂ. അങ്ങനെ പയറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതൊന്ന് താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഒരു ഇത്തിരിക്കോളം പയറുള്ളൂ, ഇനി അതിന് വേറെ പാത്രം എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് കുക്കറിൽ തന്നെ നമുക്ക് താളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇടിച്ചമുളക് ഇട്ട് അതങ്ങോട്ട് താളിച്ചെടുക്കട്ടെ. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നല്ല മഴ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിൽ കുറച്ച് ഡിസ്റ്റർബൻസും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. അങ്ങനെ അതങ്ങോട്ട് താളിച്ച് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കറിയും സെറ്റായിട്ടുണ്ട്. ഇനി പുട്ടൊന്ന് ചുട്ടെടുക്കാം. മോനിക്കൊരു പകുതിക്കാണോളം പുട്ടേ ചുടണുള്ളൂ. പകുതിയും കഴിക്കൂല. രാവിലത്തെ നേരം എനിക്ക് പറഞ്ഞ പോലെ 7 മണിക്ക് എഴുന്നേറ്റിട്ട് ഇതെല്ലാം കഴിക്കാൻ ഇതാക്കാൻ എനിക്ക് സിമ്പിളായിട്ടുള്ളതാണ് ഇഷ്ടം. ഇപ്പം കഫക്കെട്ട് ഞാൻ മുട്ടയൊന്നും കൊടുക്കാറില്ല. അപ്പോൾ അതേ പുട്ടാവി ഒന്ന് ചോറും വെന്ത്, ചോറ് ഞാൻ വടിക്കുന്നതിന് മുമ്പ് കുറച്ചെടുത്ത് അവയ്ക്ക് ആദ്യം ഒന്ന് ഒരുപാട് ഇനി വെന്ത് പോകണമെന്ന് വിചാരിച്ചു. വടിച്ച് ഇടുമ്പോഴും കുറച്ച് വേകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അവനിക്കിനി ചൂടാറാനും വെക്കണമല്ലോ. അപ്പോൾ വെള്ളം വാർന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ ടൈം എടുക്കും. അപ്പോൾ ഇതുപോലെ വാർന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു സ്റ്റെയിനർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ചോറ് വാർത്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ചോറിവിടെ വാർന്നെടുക്കുന്ന ടൈമിന് അവൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഉമ്മി അധികമൊന്നും ഇടണ്ട, എനിക്ക് അധികം ടൈമൊന്നും കിട്ടൂല കഴിക്കാനായിട്ട്, എനിക്ക് വയറുവേദന എടുക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്നെ ഫോഴ്സ് ചെയ്യുന്നുണ്ട് അധികം ഇടല്ലേ കേട്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടി ഞാനൊന്ന് കൊണ്ടുപോയി കൊടുക്കാം കേട്ടോ. അങ്ങനെ അവനത് കഴിക്കണ നേരം കൊണ്ട് നമുക്ക് വഴുതനങ്ങയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞില്ല, സ്കൂളിൽ എത്തുമ്പോഴേക്കും എന്തായാലും അവരാ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും അതാകെ ഭയങ്കരമായിട്ട് സോഫ്റ്റായി പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ അവന് കൊണ്ടുപോകാനുള്ള ചോറും വഴുതനങ്ങ ഫ്രൈ ഒക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. കുറച്ച് പയറും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ, അത് സെപ്പറേറ്റ് പാത്രത്തിലൊന്നും വെക്കണില്ല. അങ്ങനെ അവൻ്റെ ലഞ്ച് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം ഇനി അവനെ പറഞ്ഞയക്കട്ടെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം കേട്ടോ. ഓക്കെ, ബൈ.